നമുക്കൊന്ന് പുറത്തു പോകുന്നു പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ജസ്റ്റ് എന്നെ വിളിച്ചുകൊണ്ട് പോയതാണ്. കൊണ്ടുപോയപ്പോഴേ എനിക്ക് മനസ്സിലായി എന്തിനാന്ന്. അല്ല ഒരു കള്ളത്തരം. ഇവിടെ ഫുഡ് കഴിക്കാൻ പോവല്ലേ? അങ്ങനെ ഫുഡ് വേണ്ട, എന്നാ വേണ്ട പോവാം. ബുക്ക് ചെയ്ത് അത് ക്യാൻസൽ ചെയ്താൽ പറയും. അല്ലെങ്കിലും ജസ്റ്റേയും കൊണ്ട് എവിടെയെങ്കിലും പോയാൽ ജസ്റ്റയുടെ മുഖത്ത് നല്ല കള്ളലക്ഷണം ഉണ്ട്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയത് ബാർബിക്യൂ നേഷനിലാണ്. എനിക്ക് അപ്പോഴേ തോന്നി ഞങ്ങൾ മാത്രം ആയിരിക്കുകയല്ല, വേറെ ആരെങ്കിലും ഒക്കെ കാണും. കാരണം ജസ്റ്റയെ കാണുമ്പോഴേ അറിയാം. എൻ്റെയൊക്കെ മുഖത്തു നിന്നാണ് ഒരു കള്ളത്തരവും വായിച്ചെടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ജസ്റ്റിയുടെ മുഖത്ത് എല്ലാ കള്ളത്തരവും നമുക്ക് എഴുതി വെച്ചേക്കുന്നവരെ വായിക്കാൻ പറ്റും. ജസ്റ്റിക്ക് ചിരി വരികയും ചെയ്യും, മുഖം കാണുമ്പോൾ അറിയുകയും ചെയ്യും. അങ്ങനെ എനിവേ നമ്മൾ ബാർബിക്യൂ നേഷനിൽ ചെന്നു. സീറ്റിംഗ് കപ്പാസിറ്റി കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഞങ്ങൾ 3 പേർക്ക് വേണ്ടിയിട്ട് കുറേയേറെ സീറ്റുള്ള എന്താ പറയുക ടേബിളിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോഴും ജസ്റ്റ് നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ലയെന്ന്. പിന്നെ ജസ്റ്റ് പുറകോട്ട് നോക്കുന്ന കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ആരൊക്കെയോ വരാനുണ്ടെന്നേ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ബർത്ത്ഡേ എൻ്റെ ആയതുകൊണ്ട് നമ്മൾ ഏത് കാര്യത്തിനും വേണ്ടി നിന്ന് കൊടുക്കും. നമ്മൾ ഒരിടയ്ക്ക് സ്ഥിരം കഴിക്കാൻ പോകുന്ന ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ കുറേ ആയിട്ട് നിർത്തി. മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ വയറ് വാടകയ്ക്ക് എടുത്തിട്ട് പോകണം, അതല്ലേ പോകാൻ കൊള്ളത്തില്ല. അങ്ങനെ ഫൈനലി നമ്മുടെ ബർത്ത്ഡേ കേക്കൊക്കെ ടേബിളിൽ വന്നു. അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാമല്ലോ എന്താ സംഭവം എന്ന്. ബർത്ത്ഡേ കേക്കിൽ ഹാപ്പി ബർത്ത്ഡേ വാവേ എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇനി ആരും എന്നെ ട്രോളാൻ നിൽക്കേണ്ട, ആ വാവ ഞാൻ തന്നെയാണ്. ജസ്റ്റ് എന്നെ സ്നേഹത്തോടെ വിളിക്കുന്ന പേരാണ് വാവ. എന്താല്ലേ അതിനെന്താ ഇത്ര ചമ്മാനിരിക്കുന്നത്? നമ്മൾ ഇംഗ്ലീഷിൽ ബേബി, സ്വീറ്റി, ഹണി എന്നൊക്കെ വിളിക്കുന്നതിൻ്റെ ഒരു മലയാളീകരിച്ച ഫോം. ഇവരായിരുന്നു ജസ്റ്റിയുടെ ഫ്രണ്ട്സ് കേട്ടോ. അങ്ങനെ ഫൈനലി ബർത്ത്ഡേക്കുള്ള കേക്കൊക്കെ ടേബിളിൽ വന്നു. ഇനി എന്താണ്, അങ്ങ് മുറിക്കുക തന്നെ. നമ്മൾ വാങ്ങിച്ച കേക്ക് മാത്രമല്ലായിരുന്നു, അവരും ഒരു കേക്ക് തന്നു കേട്ടോ. ബാർബിക്യൂ നേഷൻ്റെ ഒരു പ്രത്യേകതയാണ്, നമ്മൾ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ബർത്ത്ഡേയുടെ അന്ന് അവരുടെ ഒരു കേക്ക് ഉണ്ടാവും. അടുത്തന്നെ കഴിഞ്ഞു, ഫിനിഷ്. ഓക്കെ, കഴിഞ്ഞ ജയിലിന് കൊടുത്താ. നമ്മൾ കേക്ക് മുറിച്ച് കഴിയുന്നതിന് മുമ്പ് പാട്ട് തീർന്നേ. കഷ്ടമായിപ്പോയി. എന്നാണേലും അതൊന്നും ഞാൻ നമ്മുടെ കേക്ക് കട്ടിങ് കാണിച്ചില്ല. എല്ലാവർക്കും കേക്കൊക്കെ കട്ട് ചെയ്ത് ഞങ്ങൾ കേക്കൊക്കെ കഴിച്ചു. ഞങ്ങൾ കേക്ക് അധികം കഴിച്ചില്ല കേട്ടോ, കാരണം നമുക്ക് ഫുഡ് അടിക്കേണ്ടതല്ലേ. ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇവരുടെ സ്റ്റാർട്ടർ കഴിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ വയറ് ഏകദേശം ഫുള്ളാവും. പിന്നെ മെയിൻ കോഴ്സ് കഴിക്കേണ്ടി വരികയില്ല. ഈ ബാർബിക്യൂ ഫുഡാണ് അവരുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. എനിക്ക് ഇവരുടെ സ്റ്റാർട്ടറാണ് ഏറ്റവും ഇഷ്ടം, അല്ലാത്തൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. സ്റ്റാർട്ടറിനകത്ത് വെജും നോൺ വെജും ഒക്കെ ഉണ്ട്. പ്രോൺസ് ഉണ്ട്, അല്ലെങ്കിൽ മീറ്റ് ചിക്കനുണ്ട്, ലാമ്പുണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇതുണ്ടോ, ഇതുപോലെ ഇങ്ങനെ കൊണ്ട വെച്ചേക്കും ഗ്രില്ല് ചെയ്യാൻ വേണ്ടി. ഓൾറെഡി കുക്ക് ചെയ്തതാണ്, പക്ഷേ ഇതിനകത്ത് കൊണ്ട് വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിയുമ്പം പിന്നെയും കൊണ്ട് അവർ റീഫിൽ ചെയ്യുന്നുള്ളതാണ്. അൺലിമിറ്റഡ് ആണ്, എന്തോരം വേണമെങ്കിലും കഴിക്കാം. എന്തോരം കഴിക്കും തോറും അവർ റീഫിൽ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ നമ്മളൊരു പരിധി കൂടുതൽ കഴിക്കുകയല്ലോ, കാരണം നമുക്ക് മെയിൻ കോഴ്സ് ഇനി ഇഷ്ടം പോലെ കഴിക്കാൻ കിടക്കും. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന ഒരു ഫുഡീസ് ആണെങ്കിൽ കഴിക്കാൻ പോകാൻ പറ്റിയൊരു റെസ്റ്റോറൻ്റാണ് ഇത്. പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല, നമ്മൾ പോയത് കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഇതാണ് ബാക്കി ബുഫേ ഫുഡുകളൊക്കെ. നോൺ വെജും വെജും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം വെജാന്ന് തോന്നുന്നു കൂടുതൽ, കാരണം നോർത്ത് ഇന്ത്യൻസിനെ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് നമ്മൾ മല്ലൂസൊക്കെ വളരെ കുറവാണ് കേട്ടോ, കുറച്ച് ആൾക്കാരുള്ളൂ. മെയിനായിട്ട് നോർത്ത് ഇന്ത്യൻസ് ഒത്തിരി ഉണ്ട്, അല്ലാത്ത നാഷണാലിറ്റീസൊക്കെ വരുന്നത് കൊണ്ട് എല്ലാ ടൈപ്പ് ഫുഡും ഉണ്ട്. ബീഫ് മാത്രമേ ഇല്ല. എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യൻസ് വരുന്നതുകൊണ്ടായിരിക്കാം ബീഫ് ഇല്ലാത്തത്. ബാക്കി എല്ലാ സാധനവും ഉണ്ട്. പണ്ടെങ്ങാണ്ട് ബീഫ് കിട്ടിയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഏതോ
ഇല്ലെന്ന് ജസ്റ്റ് ഇവിടെ എന്നെ കൈകൊണ്ട് കാണിച്ചു. ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ എന്ന് എനിക്കൊന്ന് നാട്ടിലാണെന്ന് തോന്നുന്നു. നമ്മുടെ ട്രിവാൻഡ്രത്തുണ്ട് ഇവരുടെ ബാർബിക്യൂ നേഷൻ. ബാംഗ്ലൂരൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് കണ്ടോ, ഇത് ലൈവ് കുക്കിംഗ് ആണ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മെനു. നമ്മൾ ഇഷ്ടമുള്ളത് പറഞ്ഞാൽ ഇഷ്ടമുള്ളത് കുക്ക് ചെയ്ത് തരും. എനിക്കവിടെ ചെന്നപ്പോൾ എനിക്കൊരു നാസി ഗോഴിങ് വേണമെന്ന് തോന്നി. അപ്പോൾ ഒരു നാസി ഗോഴിങ് ഉണ്ടാക്കി തന്നു. പിന്നെ ചാറ്റിൻ്റെ സെക്ഷനുണ്ട്. അങ്ങനെ പല പല സെക്ഷൻസ് ഉണ്ട് കേട്ടോ. ചാറ്റുണ്ട്, ലൈവ് കുക്കിംഗ് ഉണ്ട്, അതല്ലാത്ത മെയിൻ കോഴ്സ് ഒത്തിരി ഉണ്ട്. അങ്ങനെ എനിക്ക് ചാറ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചാറ്റ്. അങ്ങനെ ഒരു ചാറ്റ് വാങ്ങിച്ചു. എന്തോ ദഹിപൂരിയോ അങ്ങനെ എന്തോ ഒരു സാധനം. എൻ്റെ പേരൊന്നും എനിക്ക് കറക്റ്റ് അറിയത്തില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നറിയാം. അങ്ങനെ അത് കഴിക്കുന്ന തന്ത്രപ്പാടിലാണ് ഞാൻ. പക്ഷേ ഇന്നാൾ നമ്മൾ ട്രിവാൻഡ്രത്ത് പോയപ്പോൾ, നമ്മുടെ ട്രിവാൻഡ്രം ലുലു മോളിലാണ് ബാർബിക്യൂ നേഷൻ ഉള്ളത്. നമ്മൾ ട്രിവാൻഡ്രത്ത് പോയപ്പോൾ ഇവിടെ പല പ്രാവശ്യം പോയി കഴിച്ചിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ മനസ്സിൽ ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ. പക്ഷെ അവിടെ ചെന്നിട്ട് അവർക്കങ്ങ് സെർവ് ചെയ്യാനൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ തോന്നി കേട്ടോ. ഫുഡൊക്കെ നമ്മുടെ മുമ്പിലോട്ട് കൊണ്ടുപോയി സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അൺലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ, പക്ഷേ അവർ ഭയങ്കര ലിമിറ്റഡ് ആയിട്ടായിരുന്നു എല്ലാം തന്നുകൊണ്ടിരുന്നത്. അതോ എനിക്ക് മാത്രം തോന്നിയതാണോ? ഈ സെയിം എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ എന്ന് പറയണേ. എനിവേ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു. സത്യം പറഞ്ഞാൽ അധികം കഴിച്ചില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. സ്റ്റാർട്ടർ കഴിച്ചപ്പോൾ തന്നെ വയറ് നിറഞ്ഞു. പിന്നെ ഞാൻ നാസി ഗോഴിങ് കഴിച്ചു. പിന്നെ ചാറ്റ് കഴിച്ചു. അപ്പോഴത്തേനും എൻ്റെ വയറ് ഓക്കെ ആയി. പിന്നെ കുറേ സ്വീറ്റ് ഡെസേർട്ട് ഐറ്റംസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ സ്വീറ്റും ഡെസേർട്ടും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് പോകാൻ പറ്റിയൊരു സ്ഥലവും കൂടെ കേട്ടോ. ഒത്തിരി ഉണ്ട്. ഞാനതൊന്നും വീഡിയോ എടുത്തില്ലെന്ന് തോന്നുന്നു. എന്തിനായിരുന്നു വെറുതെ നിങ്ങളെ വീഡിയോ എടുത്ത് ബോറടിപ്പിക്കുന്നതെന്ന് എനിക്ക് തോന്നി. പിന്നെ ഞങ്ങളവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞു. പിന്നെ ഞാൻ ഫൈനലി കുറച്ച് വാട്ടർമെലൻ എടുത്തു, അതും കഴിച്ചു. അതോടെ എൻ്റെ വയറിൻ്റെ കാര്യത്തിൽ ഏകദേശം എൻ്റെ വയറ് തന്നെ എന്നോട് ചോദിച്ചു, പെണ്ണും പിള്ളേ നിങ്ങൾക്ക് ഭ്രാന്താണോ, നിങ്ങളുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് വലിച്ച് വാരി തിന്നുന്നതിന് ഒരു പരിധിയില്ലേ? അതുകൊണ്ട് തന്നെ നിർത്തിയത് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ നേരമൊക്കെ വർത്താനം പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഈവനിങ്ങിൽ പോയോണ്ടല്ലേ, നൈറ്റിൽ ഡിന്നറിന് പോയോണ്ടാന്ന് തോന്നുന്നു. ടൈം സ്ലോട്ട് സാധാരണ നമുക്ക് തന്നാൽ 1 മണിക്കൂർ അല്ലെ ഇത്ര സമയം പറഞ്ഞാൽ ആ സമയത്തിനുള്ളിൽ നമ്മൾ മാറിക്കൊടുക്കണം. കാരണം അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്തിട്ടായിരിക്കും ആൾക്കാർ വരുന്നത്. ആ സീറ്റിന് വേറെ അടുത്ത അപ്പോയിൻമെൻറ്റ് ഉണ്ടാവും. അതുകൊണ്ട് പക്ഷേ ഇതിപ്പോൾ നൈറ്റിലായതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഏകദേശം തിരക്കായിരുന്നു, വീക്കെൻഡൊക്കെ ആയിരുന്നു. അതുകൊണ്ട് അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഈ പ്രാവശ്യം എൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് അധികം ആൾക്കാരൊന്നും ഇല്ലാന്ന് കേട്ടോ. ജസ്റ്റിയുടെ 2 ഫ്രണ്ട്സേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവരെയൊക്കെ വിളിച്ചിട്ട് എന്താണോ എന്തോ ആരും വന്നില്ല. എന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടായിരിക്കും ചിലപ്പോൾ. അങ്ങനെ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിറങ്ങിയപ്പോൾ പിള്ളേർക്ക് ചുച്ചു ട്രെയിനെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ജേഡനും വലിയ താല്പര്യമൊന്നുമില്ലാന്ന് കേട്ടോ. പക്ഷേ ആ കുഞ്ഞവന് ട്രെയിനിൽ കയറണമെന്ന് പറഞ്ഞുകൊണ്ട് പിള്ളേരെ ട്രെയിനിലൊക്കെ കയറ്റി കുറച്ച് നേരം ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞു. ഇതൊക്കെയായിരുന്നു എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ വീഡിയോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, എന്നാൽ പോയേച്ചും വരാം.